എല്ലാവർക്കും നമസ്തേ. ഒരിക്കൽ ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ അദ്ദേഹത്തിന് 15 വയസ്സ് ഉള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ ഗുരുവായ ഗൗഡപാദരെ സമീപിച്ചു. ഗൗഡപാദരുടെ അടുത്ത് ശിഷ്യത്വം സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ എത്തിയത്. അപ്പോൾ ആദ്യമായി കണ്ട ശങ്കരനോട് ഗൗഡപാദർ ചോദിച്ചു, നീ ആരാണ് എന്ന്. ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞത്, മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം നച സ്തോത്രജിഹ്വേ നച ഹ്രാണനേത്രേ നച വ്യോമഭൂമിർ ന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. മനോബുദ്ധി അഹങ്കാര ചിത്താനിന അഹം. ഞാൻ മനസ്സല്ല, ബുദ്ധിയല്ല, ചിത്തമല്ല, അഹങ്കാരമല്ല. അതായത് അന്ധക്കരണങ്ങളൊന്നുമല്ല ഞാൻ. അതുപോലെ നജസ്തോത്ര ജിഹ്വേ നജഹ്രാണനേത്രേ. ഞാൻ കണ്ണല്ല, മൂക്കല്ല, ത്വക്കല്ല, ചെവിയല്ല, ഇതൊന്നുമല്ല. അതായത് പഞ്ചേന്ദ്രിയങ്ങളൊന്നുമല്ല. നജ വ്യോമ ഭൂമിർ ന തേജോ ന വായു. ഞാൻ പഞ്ചഭൂതങ്ങളൊന്നുമല്ല. അതായത് ഭൂമിയല്ല, ജലമല്ല, അഗ്നിയല്ല, ആകാശമല്ല, ഇതൊന്നുമല്ല ഞാൻ. പിന്നെ ആരാണ്? ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഞാൻ സച്ചിദാനന്ദ സ്വരൂപനായ ശിവനാണ്. അപ്പോൾ ഇതല്ലേ നമ്മിലെ ജീവചൈതന്യം ആയി കുടികൊള്ളുന്ന ആ ആത്മതത്വം? അത് നമ്മിലെ ശിവ ചൈതന്യമാണ്. അതുകൊണ്ടാണ് ഈ പഴമക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, ശിവൻ നഷ്ടപ്പെട്ടാൽ ശവമായി മാറും എന്ന്. അപ്പോൾ നമ്മിലെ ജീവചൈതന്യം, അതായത് ആത്മചൈതന്യം തന്നെയല്ലേ സാക്ഷാൽ ശിവചൈതന്യം. ഈ രഹസ്യമല്ലേ ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ എല്ലാവരോടും തൻ്റെ ഗുരുവിൻ്റെ മുമ്പിൽ വെച്ച് ഗുരുവിനെ പ്രതീകമാക്കിക്കൊണ്ട് എല്ലാവരോടുമായി പറഞ്ഞത്. ഈ ശ്ലോകം ശങ്കരാചാര്യ സ്വാമികളുടെ നിർവ്വാണാഷ്ടകത്തിൽ വളരെ ആദ്യത്തെ ശ്ലോകം ഇതാണ്. അപ്പോൾ ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. നമസ്തേ.